പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം നിത്യജീവൻ്റെ സമാരംഭം എന്നതാണ്. വിശ്വാസം നിത്യജീവൻ്റെ സമാരംഭം. അപ്പോൾ അതിൽ മൂന്നാമത്തെ ഖണ്ഡികയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്നുകൂടി വായിച്ചിട്ട് മുന്നേറാൻ വളരെ ആനന്ദകരമായ ആദ്യത്തെ ഭാഗം എന്താണ്? ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ സന്തോഷവും പ്രകാശവും. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, ഈ വാക്കിനെ അടിവരയിടണം, ചക്രം വരയ്ക്കണം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മുൻകൂട്ടി. ഉണ്ടോ? മുൻകൂട്ടി. നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ സന്തോഷവും പ്രകാശവും മുൻകൂട്ടി ഇൻ അഡ്വാൻസ് അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം അവിടെ നിന്നായിരിക്കുന്നത് പോലെ കാണും. അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ നിത്യജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. അപ്പോൾ ഇതിനെ വിശദമായിട്ട് നമ്മൾ കേട്ടപ്പോൾ ചിലർക്കുണ്ടായ ഒരു സംശയം ഇതാണ്, ബ്രദറെ, അപ്പോൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ ആ സ്വർഗീയമായ ആനന്ദത്തെ മുഴുവനും അല്ലെങ്കിൽ അതിനടുത്ത് നമ്മൾ കാണുമെന്നാണോ പറയണേ? അതാണ് സത്യം. അതാണ് സത്യം. എന്തിനു പറയണു? അതിവിടെ വെച്ച് ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ദൈവത്തെ ഇപ്പോൾ പലരും പറഞ്ഞ് കേട്ടേക്കണം, ദൈവത്തെ കാണാണെങ്കിൽ നീ ചത്തുപോകും, നീ മരിക്കും. അതാണ്. പക്ഷേ അതെല്ലാം അതിൻ്റെ എല്ലാം അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്ക് സൂര്യനെ ഒന്ന് നോക്കിയേ. സൂര്യനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. എന്നും പോലെയാണ് ആ പ്രകാശത്തിൻ്റെ അത്യനന്തമായ ആ പ്രകാശത്തെ നമ്മളെങ്ങനെ കാണും? എന്നാൽ വിശ്വാസത്തിലൂടെ അതിൻ്റെ ഒരു പടി താഴെ നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ അനുഭവിക്കാൻ പറ്റും. 10 മാസം മുമ്പ് ഇതെല്ലാം പഠിക്കുന്നതിന് മുൻപ് നമ്മുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? എന്തോ ഒരു വലിയ വ്യത്യാസമാണ് നമ്മളിൽ. അതാണ് വിശ്വാസത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ തന്നെ അന്താളിച്ചു പോകും. ഓ ദൈവമേ, ഇതാണോ വിശ്വാസം? അപ്പോൾ സുവിശേഷത്തിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ വെളിപാടുകളിലൂടെയാണ്. നമ്മൾ പറഞ്ഞു വെളിപാട്, റെവലേഷൻ. ദൈവം, ഗോഡ് ഓൺലി റിവീൽസ് ഗോഡ്. ദൈവത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതെപ്പോഴും നമ്മൾ അറിഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തോ കാരണവശാൽ നമ്മൾ 1-ാം ക്ലാസ് മുതൽ ഭൗതികമായ നേട്ടത്തിനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ പഠനം, നമ്മുടെ ഫോർമേഷൻ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. കൊച്ചു പറക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ആകുലതയാണ്. പെങ്കൊച്ചാണ്, എൻ്റെ ദൈവമേ, ഇതിന് സ്ത്രീധനം കൊടുക്കാൻ, അയ്യോ നിങ്ങൾ വേഗം ഒരു ഡെപ്പോസിറ്റ് ഇട്, അപ്പോഴേക്കും ബാങ്കുകാർ വന്ന് ഇത് 1000 രൂപ വെച്ച് മാസം അടയ്ക്കുകയാണെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ പെണ്ണിനെ കെട്ടിക്കാൻ കാശാവും, അതിട്ട്. അങ്ങനെ നമ്മൾ ആ കൊച്ചും ജനിക്കുമ്പോഴേ തന്നെ അതിൻ്റെ ഭൗതികമായ വളർച്ച, ഈ കൊച്ചൊരു എൻജിനീയർ ആവണം, ഈ കൊച്ചൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം, ഈ കൊച്ചൊരു ഡോക്ടർ ആകണം, എൻ്റെ ചേട്ടൻ്റെ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ മോൻ ഡോക്ടറാണ്, അതുമാതിരി ഇവനും ഡോക്ടർ. ഇങ്ങനെയൊക്കെ നമ്മുടെ ചിന്ത മുഴുവനും ഭൗതികമായ ഒരു തലത്തിലായിപ്പോയി. സ്നേഹമുള്ളവർ, ആയിപ്പോയി. ഇതിനെ മാറ്റിയെടുക്കാൻ ഈ തലമുറയ്ക്ക് സാധിച്ചാൽ അത് ഭാഗ്യമായിരിക്കും. ഇതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ അതേ സമയത്ത് ജ്ഞാനസ്നാനത്തിലൂടെ
ജ്ഞാനസ്നാനത്തിലൂടെ ഈ തിരിയും കത്തിച്ച് കയ്യിൽ തന്നിരിക്കുകയാണ്. നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നിട്ട് ആ പ്രകാശത്തെക്കുറിച്ചോ അതിൻ്റെ മുൻ ആസ്വാദനത്തെക്കുറിച്ചോ നമ്മൾ 40-40 വയസ്സ് വരെ ആയപ്പോഴാണ് എനിക്ക് തന്നെ അറിഞ്ഞത്. ആലോചിച്ച് നോക്ക്. എനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിച്ചിരുന്നവരാണ്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട അപ്പം ഇപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നിത്യജീവൻ്റെ സമാരംഭം ഇവിടെ വെച്ച് തുടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. എന്തീ പറയണേ, നിത്യജീവൻ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന കാര്യമല്ലേ? എന്തീ പറയണേ, ഈശോയെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റുന്നോ? എന്തീ പറയണേ, ഈ ദൈവരാജ്യം ഇവിടെ വെച്ച് അനുഭവിക്കാൻ പറ്റുമെന്നോ? ഇതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നാൾ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ കിടന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യമല്ലേ എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മുടെ തെറ്റ്. ഒരുപാട് പേര് വിശ്വാസികളാണെങ്കിലും നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ഈ നിധി നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ആ ആമുഖത്തോടു കൂടി 165 പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ നിധി നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളിത് എങ്ങും അന്വേഷിച്ച് പോകേണ്ട. ഈ നിത്യജീവനാകുന്ന നിധി നമ്മളിൽ തന്നെ ഉണ്ട്. ആ ത്രിത്വൈക ദൈവം നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കണമേ. കണ്ടോ, നമ്മളെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കുക, ഈ ദൈവരാജ്യം നമ്മളിൽ തന്നെ ഉണ്ട്. കണ്ണാടിയിലെന്ന പോലെ നമുക്കിപ്പോൾ കാണാം. കണ്ണാടിയിലെന്ന പോലെ കാണാൻ പറ്റുള്ളൂ. മുഖാമുഖം പിന്നെ കാണും. എന്നാൽ ആ മുഖത്തിൻ്റെ റിഫ്ലക്ഷൻ അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ജ്ഞാനത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നതിലൂടെ. ഞാൻ വീണ്ടും പറയുകയാണ്, എന്നാൽ ഭൗതികമായ ലക്ഷ്യത്തിലൂടെ ജീവിക്കുന്നവർക്ക് ഇത് കാണാനേ പറ്റില്ല. 1 കൊരിന്ത്യർ 2:9 നമ്മൾ കണ്ടു. അത് 10 പറയുകയാണ്, എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഏത്? കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിനെ അഗ്രാഹ്യമായ കാര്യങ്ങൾ ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. അടുത്തത് കേട്ടോ, തന്നിമിത്തം നമ്മൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതാണ് 2-ാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ഡോക്യുമെൻ്ററികളിൽ സുവിശേഷ വ്യാഖ്യാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉദ്ധരണി. ഇതാണ് ഹോംലി. കുർബാനയിലെ സുവിശേഷ പ്രസംഗം എന്താണ്? കുർബാനയിലെ സുവിശേഷ പ്രസംഗം എന്തായിരിക്കണം? ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി, അവരാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. സ്നേഹമുള്ളവരെ,
ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ലൗകികമായിട്ടുള്ള ലക്ഷ്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകുക പോലുമില്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, ആഗ്രഹങ്ങൾ എല്ലാം നമ്മൾ ദൈവമക്കളാണ്. സ്വർഗീയമായ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ഇപ്പോൾ പോകണ്ട ജെറുസലേമിലേക്ക്, അവിടെ പോവുകയാണെങ്കിൽ അവർ നിന്നെ കൊല്ലും, അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? നിന്റെ ചിന്ത ദൈവികമല്ല, സാത്താനെ ദൂരെ പോകൂ. കണ്ടോ, അത് സാത്താൻ. നമ്മൾ ജൂദാസിനെ സാത്താൻ എന്ന് പറഞ്ഞതാണ്. ഇവിടെ പത്രോസിനെ വരെ ഈശോ സാത്താൻ എന്ന് പറഞ്ഞേക്കണോ? എന്തുകൊണ്ടാ? ആ സമയം അവൻ്റെ ചിന്ത ഭൗതികമാണ്, മാനുഷികമാണ്. നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ ചിന്തകൾ മാനുഷികമാകാനുള്ളതല്ല. നമുക്ക് ദൈവികമായി, സ്വർഗീയമായി, ആത്മീയമായി ചിന്തിക്കാൻ ദൈവം കഴിവ് തന്നിട്ടുള്ളവരാണ്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. അതവന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആരും നിങ്ങൾ വെറുതെ അവരുമായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യണ്ട. ഈ ലൗകിക മനുഷ്യരുമായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. അവരെ നമ്മളിൽ നിന്നെന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് അവരുടെ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവും. അവരോട് പറഞ്ഞ കാര്യം മനസ്സിലാകാൻ സാധിക്കും, ആർഗ്യുമെൻറ്റിലൂടെയല്ല. നമ്മൾ കുട്ടികളെ തന്നെ ഇപ്പോൾ ചിലവർ എന്നോട് പറയും, ബ്രദർ ഒരു ആർട്ടിക്കിൾ എഴുതി തരണം നമ്മുടെ മാഗസീന്. ഞാൻ ആർട്ടിക്കിൾ എഴുതി കൊടുക്കുമ്പോൾ പറയും, അയ്യോ ഇത് വളരെ കട്ടിയാണ്, ഇത് ഇവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് തിരിച്ചയക്കുന്നു. നമ്മൾ അവർക്ക് മനസ്സിലാവണതാണ് കൊടുക്കണമെങ്കിൽ പിന്നെ അവരെങ്ങനെ പഠിക്കും? ഇതവർക്ക് മനസ്സിലാവില്ല, അതവർക്ക് കൊടുക്കട്ടെ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാകണ കാര്യങ്ങൾ കുറേ ലൗകികതകളെല്ലാം ലയിപ്പിച്ച് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മുടെ പ്രബോധന ശൈലി എല്ലാം അതാണ്. ഒരു വിസ്മയനീയതയോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ നമുക്ക് തോന്നുന്നില്ല, അതവർക്ക് മനസ്സിലാകില്ല. എന്നാൽ എൻ്റെ ഒരു വീക്ഷണം ഇതാണ്, നമ്മളെക്കാൾ കൂടുതലായി കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം അവരുടെ മനസ്സ് കുറേയും കൂടി നിർമ്മലമാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളവർ മാതിരി അല്ല കിടക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ്, നമ്മളെക്കാൾ എളുപ്പമാണ് അവർക്ക് മനസ്സിലാകാൻ. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കണ മാതിരിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവാണ് അവിടെ. ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, ദൈവാത്മാവാണ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ പ്രബോധന ശൈലി തന്നെ കുട്ടികൾക്ക് അയ്യോ ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല. വലിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണത്. നമ്മൾ ചില കുട്ടികൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും, ദൈവമേ ഇവർക്കിതൊക്കെ എത്ര നന്നായിട്ട് മനസ്സിലായിരിക്കണം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും. പക്ഷേ നമ്മുടെ ഫോർമേഷനിൽ ഉള്ള വലിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകേണ്ട മേഖലയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ വിചാരിക്കണത് അവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ആത്മീയമായ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു നല്ല മാഗസീൻ ഒന്ന് നോക്ക്. ഏതെങ്കിലും ഒരു മാഗസീനിൽ ഒരു ദൈവികമായ രഹസ്യങ്ങളുള്ളൊരു മാഗസീൻ നിങ്ങൾ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തിത്താ. എൻ്റെ അറിവിലില്ല. ഒരു രഹസ്യങ്ങൾ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാവുന്നത്. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും. അത് കാരണം ബാക്കി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലെന്നാണ് വിചാരം. അതുകൊണ്ട് എന്തുണ്ട്, എല്ലാ മാഗസീനുകളും വീടുകളിൽ വന്നിട്ട് അങ്ങനെയാണ് കിടക്കണത്, കെട്ടിക്കിടക്കുകയാണ്. അവിടെ റാപ്പർ പോലും തുറന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ്, റാപ്പർ പോലും തുറന്നിട്ടില്ല. കാരണം അവർക്കറിയാം അതിനകത്ത് എന്താ ഓൺലൈൻ എന്നുള്ളത് നേരത്തെ തന്നെ. അപ്പോൾ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ വളർച്ചയുടെ കാര്യങ്ങൾ
പ്രബോധനങ്ങൾ, ആധികാരിക പ്രബോധനങ്ങൾ, ദൈവിക രഹസ്യങ്ങളിലേക്ക് കടക്കണം. ദൈവിക രഹസ്യങ്ങൾ, ക്ഷമിക്കണം, ഞാനിത് പറയണത് പ്രധാന ഒരു കാര്യമാണ്. അതാണ് ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ നിത്യജീവൻ്റെ കാര്യങ്ങളാണ്. നിത്യജീവൻ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഇന്നാൽ ഈശോ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇവിടെ വെച്ച് തന്നെ ദൈവരാജ്യം നിന്നിൽ തന്നെ. ആരും അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ദൈവരാജ്യം നിങ്ങളിൽ തന്നെയുണ്ട്. അപ്പോൾ അതുപോലും സുവിശേഷത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് അടിക്കുറിപ്പിലായിട്ടാണ്, മനസ്സിലാക്കണം കേട്ടോ. അത് 2 ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എഴുതിയേക്കുന്ന ട്രാൻസ്ലേഷൻ ലൂക്ക 17:21, ലൂക്ക 17:21 അല്ലേ? ഇതാ ഇവിടെ അതാ അവിടെ നിന്ന് ആരും പറയുകയില്ല, എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. നീ അടിക്കുറിപ്പിൽ നോക്കിയേ, എന്നെ ഏറ്റവും വർഷങ്ങൾക്ക് മുമ്പ് 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ അടിക്കുറിപ്പാണ് എന്നെ നയിച്ചത്. എന്താണ് ഈ അടിക്കുറിപ്പ്? നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നും വിവർത്തനം ചെയ്യാം. എന്നാൽ പിന്നെ അതെഴുതിയാൽ പോരായിരുന്നില്ല അവിടെ? എന്തുകൊണ്ടത് എഴുതിയില്ല? ഇതാണ് കാര്യമേ. ആ രഹസ്യം അടിക്കുറിപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അടിക്കുറിപ്പിൽ നിന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദൈവരാജ്യം നമ്മളിൽ തന്നെ ഉണ്ടെന്ന് തുടക്കം മുതലേ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ അർത്ഥം ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ തന്നെ ഉണ്ട്. ദൈവരാജ്യം സംസ്ഥാപിതമായിരിക്കുന്നു. അത് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് അതിൻ്റെ പൂർണ്ണതയാണ്. എന്നാൽ അതിൻ്റെ പെനൾട്ടിമേറ്റ്, അതിൻ്റെ അല്പം താഴെയുള്ള അവസ്ഥ ഇവിടെ വെച്ച് നമ്മളിലുണ്ട്. ഇതാണ് അത്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒന്നുമല്ലേ അല്ല. ദൈവത്തിൻ്റെ സൗജന്യദാനമാണത്. അപ്പോൾ വിശ്വാസം തന്നെ നമ്മൾ പഠിച്ചല്ലോ ഇവിടെ. വിശ്വാസം തന്നെ സൗജന്യം, വിശ്വാസത്തിലുള്ള നിലനിൽപ്പ് 162. ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യദാനമാണ് വിശ്വാസം തന്നെ. വിശ്വാസം വഴിയായാണ് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്. ഇപ്പോഴാണ് 165 വിശ്വാസത്തിൻ്റെ സാക്ഷികളിലേക്ക് നാം തിരിയേണ്ടത്. ഇനിയാണ് വിശ്വാസത്തിൻ്റെ സാക്ഷികൾ. അപ്പോൾ ഈ പറഞ്ഞ പ്രബോധനങ്ങളെല്ലാം, ഇനി ആ പ്രബോധനങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ വിശ്വാസത്താലാണ് ചരിക്കുന്നത്, കാഴ്ചയാലല്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം കണ്ണാടിയിലൂടെ എന്ന പോലെ നമ്മൾ കാണുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ജീവിച്ച വ്യക്തികൾ, സാക്ഷികൾ, അതാണ്. ആരാണത്? 165 പേജ് നമ്പർ 46. ഇപ്പോഴാണ് വിശ്വാസത്തിൻ്റെ സാക്ഷികളിലേക്ക് നാം തിരിയേണ്ടത്. 2 നെടും തൂണുകളാണ്. ഒന്ന് അബ്രാഹാം, വിശ്വാസത്തിൻ്റെ പിതാവ്. 2 പരിശുദ്ധ അമ്മ, വിശ്വാസത്തിൻ്റെ മാതാവ്. കണ്ടോ? യാതൊരു ആശയ്ക്കും വഴിയില്ലാതിരുന്നിട്ടും പ്രത്യാശയോടെ വിശ്വസിച്ച അബ്രാഹാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമർ 4:18. യാതൊരു ആശയ്ക്കും വഴിയില്ലാതിരുന്നിട്ടും പ്രത്യാശയോടെ വിശ്വസിച്ച അബ്രാഹാം. റോമർ 4. അവിടെ നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. എന്താണ് സാധ്യതയില്ലാതിരുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുമെന്നും. കണ്ടോ? സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും. കണ്ടോ? അതായത് സാറായുടെ ഉദരം വന്ധ്യമാണ് എന്ന് പറഞ്ഞാൽ സാറ പ്രായമായപ്പോൾ സാറയുടെ ആർത്തവദശ കഴിഞ്ഞു.
അഥവേ അല്ലാതെ തന്നെ സാറ വന്ധ്യയായിരുന്നു. എന്നാൽ പ്രായമായതോടെ സാറായുടെ ആർത്തവദശയും കഴിഞ്ഞു. ഇനി ആർത്തവദശയില്ലാത്ത ഒരു സ്ത്രീ എങ്ങനെ ഗർഭിണിയാകും? അതാണ് ഒന്ന് അബ്രാഹത്തിൻ്റെ അവസ്ഥ. വയസ്സായി മൃതപ്രായരായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. പ്രൈസ് ദ ലോർഡ്. എന്താ ദുർബലമായില്ല എന്ന് പറയുന്നത്? കർത്താവ് പറഞ്ഞു, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാത്തമായ ഒരു സാക്ഷ്യമാണിത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവം പ്രവർത്തിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിലൂടെ അല്ല, ലൗകിക ചിന്തയിലൂടെ അല്ല, ലൗകിക വ്യാഖ്യാനത്തിലൂടെ അല്ല. ലൗകിക വ്യാഖ്യാനം നോക്ക്, അതെങ്ങനെ 100 വയസ്സായ ആൾക്ക് കൊച്ചുണ്ടാവണം? പിന്നെ കർത്താവ് അങ്ങനെയൊക്കെ പറയും. പിന്നെ 100 വയസ്സായ ആൾക്ക് കൊച്ചുണ്ടാവൂ? ഈ ഇത്രയും വയസ്സായ പെണ്ണിന് ഗർഭം ധരിക്കാൻ എങ്ങനെ സാധിക്കും? ഗൈനക്കോളജിയിൽ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മുഴുവനും സയൻറ്റിഫിക്കായിട്ട് നീങ്ങുകയാണ്. സയൻറ്റിഫിക്കായിട്ട്, അതാണ് സയൻറ്റിഫിക്കായിട്ട്, ഇൻ്റലിജക്ച്വലായിട്ട്. എന്നാൽ ദൈവമാണ് ഈ സയൻസിൻ്റെയും ദാതാവ്. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? നമ്മൾ കുറച്ച് ഓവർ സയൻറ്റിഫിക്കായിപ്പോയി, നമ്മൾ കുറച്ച് ഓവറായിട്ട് പഠിച്ചു പോയി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദൈവത്തിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ മനുഷ്യനെ ആശ്രയിക്കുന്നതായി വരുന്നു. ഇതന്നെ നോക്കിക്കോ. ഇപ്പോൾ ഈ 2 കേസ്, മാതാവും ഇത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാതാവിനെ കുറിച്ചാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ സാക്ഷികൾ നമുക്കൊപ്പമുണ്ട്. ആരാണ് 2 പ്രധാന സാക്ഷി? അബ്രാഹം, ഒന്ന് മാതാവ്. അബ്രാഹത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. നമ്മളിത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അബ്രാഹം അത് വിശ്വസിച്ചു. എന്തുകൊണ്ട് വിശ്വസിച്ചു? അബ്രാഹത്തിന് വിശ്വാസത്തിൻ്റെ ദാനം കൊടുത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ആ ദാനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? അബ്രാഹത്തിന് കൊടുത്തത് അബ്രാഹത്തിന് വേണ്ടി മാത്രമല്ല, അവൻ്റെ സന്തതി പരമ്പരയ്ക്ക് മുഴുവനും ഉള്ളതാണ്. ഗലാത്യ ലേഖനം, ഗലാത്യ 3:29, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിൽ വേണം. നമ്മളിലുണ്ടോ? അയ്യോ, അബ്രാഹം എവിടെ കിടക്കണം, ഞാൻ എവിടെ കിടക്കണം, ഇതൊന്നും എനിക്കുണ്ടാവുമോ? ഇല്ല. നമ്മൾ അബ്രാഹത്തേക്കാൾ ശ്രേഷ്ഠരാണ്. അതുകൊണ്ടാണ്, ഓർക്കുന്നുണ്ടോ, ഈശോ പറഞ്ഞില്ലേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ശാപയോഹന്നാനേക്കാൾ വലിയവനില്ല, എന്നാൽ ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞത് അബ്രാഹത്തിനേക്കാളും വലിയൊരവസ്ഥയാണ് നമ്മളിലുള്ളത്. കാരണം ഈശോ മിശിഹായിലൂടെ നമ്മൾ സ്വർഗരാജ്യത്തിലാണ്. ഈശോ നമ്മളിൽ വസിക്കുന്നു. നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ്. ജ്ഞാനസ്നാനത്തിലൂടെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ, യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെ നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ്. നമ്മളിപ്പോൾ തന്നെ ദൈവരാജ്യത്തിലാണ്. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിൽ നിത്യജീവനുമായി വിശ്വാസിക്ക് നൽകപ്പെടുന്നു. ഈശോ മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിൽ നിത്യജീവനുമായി നൽകപ്പെടും. ഈ സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ എന്ത് വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നത്? എന്ത് വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുന്നത്? നിത്യജീവനിൽ ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും. പക്ഷേ ആ നിത്യജീവനെക്കുറിച്ചുള്ള വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാനതിപ്പോൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിത്യജീവൻ എന്നിലുണ്ട്. അതെല്ലാം പറഞ്ഞാൽ വെറുതെ ഈ തോമസ് പോൾ പറഞ്ഞൊന്ന് കേൾക്കൊന്നും വേണ്ടിട്ട. കുറേ നാളെ ശുദ്ധീകരണ സത്യത്തിലൊക്കെ കിടന്നാലേ ഇത് കിട്ടുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇതാണ്
നമ്മൾക്ക് ഉണ്ടാകേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ജീവിതത്തിൽ തന്നെ നിത്യജീവൻ ആരംഭിക്കുന്നു. പൂർണ്ണതയല്ല, ആരംഭിക്കുന്നു. മുഖാമുഖമല്ല, കണ്ണാടിയിലെന്ന പോലെ കാണുന്നു. എന്നിട്ട് വിശ്വാസത്തിൻ്റെ സാക്ഷികളാണ്. അബ്രാഹത്തിന് ഇതെല്ലാം കിട്ടിയത് എപ്പോഴാണ്? അബ്രാഹം വിശ്വസിക്കുന്നു, കുഞ്ഞ് നിനക്കുണ്ടാകും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയേ, അതുപോലെ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. മാർപ്പാപ്പ പറയായിരുന്നു, അവിടെ കൂടിയിരുന്ന ജനങ്ങളെ, ഈ ഇറാഖിൽ ഒരുപാട് രക്തസാക്ഷികൾ, ഒരുപാട് പേര് മരിച്ചു. അവരെല്ലാം അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത നക്ഷത്രങ്ങളെ പോലെ ഇപ്പോൾ തിളങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാക്ഷികളിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഈ രണ്ട് സാക്ഷി, ഈ പ്രധാനമായിട്ട് അബ്രാഹം, പ്രത്യാശയോടെ വിശ്വസിച്ച അബ്രാഹം. അടുത്തത്, തൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അന്ധകാരത്തിൽ പങ്കുചേർന്ന് തൻ്റെ വിശ്വാസ തീർത്ഥാടനത്തിൽ വിശ്വാസത്തിൻ്റെ രാത്രിയിലേക്ക് നടന്നു നീങ്ങിയ മറിയം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, തൻ്റെ സ്വപുത്രനെ കുരിശിൽ ആണിയടിച്ച് തൻ്റെ മുമ്പിൽ വെച്ച് തുണി ഉരിഞ്ഞ് നഗ്നനായി കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ ഏത് അമ്മയ്ക്ക് കഴിയും? അപ്പോൾ റിഡംഡോറിസ് മാത്തർ അതിൻ്റെ ആദ്യം തന്നെ പറയുന്നത് വീരോചിതമായ വിശ്വാസമാണ്. കുരിശിൽ തൻ സുതൻ ജീവൻ വെടിഞ്ഞപ്പോൾ, ഇതാദ്യകാലങ്ങളിൽ ഞാൻ എഴുതിയ ഒരു ഗാനമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന് എഴുതിയ ഗാനമാണ്. കുരിശിൽ തൻ സുതൻ ജീവൻ വെടിഞ്ഞപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനിരുണ്ടു. കണ്ടോ, സൂര്യൻ പ്രതികരിച്ചു. പാറ പിളർന്നു, ഭൂമി കുലുങ്ങാതെ അമ്മ ഇതാ സുതനോടൊപ്പം. ക്ഷേമുള്ളവരെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയ ഒരു മാതൃഭക്തി ഇതാണ്. വിശ്വാസത്തിൽ മാതാവിൽ നിന്നും എനിക്ക് ലഭിച്ച രണ്ട് കാര്യം. ഒന്ന്, ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാതാവ് മൗനമായി അത് സ്വീകരിക്കുന്നു. അവിടെ കുലുങ്ങുന്നില്ല, പ്രകൃതിയെല്ലാം പ്രതികരിക്കുന്നു. ഭൂമി കുലുങ്ങിയിട്ടും കുലുങ്ങാതെ നിൽക്കുന്ന വിശ്വാസമാണ് മറിയം. നമ്മൾ അമ്മമാരൊന്ന് ചിന്തിച്ചോ, അപ്പന്മാരായാലും ചിന്തിക്കാൻ, നമ്മുടെ മക്കളെ ഒരാൾ നമ്മുടെ മുമ്പിലിട്ട് തല്ലിക്കൊല്ലുന്നത് കണ്ട് നിൽക്കാൻ പറ്റുമോ നമുക്ക്? എന്നാലോചിച്ച് നോക്ക്. എന്നാൽ മാതാവ് അത് കണ്ട് നിൽക്കുകയാണ്, പ്രതികരിക്കുന്നില്ല. നമ്മളെ മാതാവിൻ്റെ ഭക്തി എന്തെല്ലാം പറഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനെ ബഹളം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി, ആകെ കൂവി പ്രശ്നം ഉണ്ടാക്കൂലേ? എന്നാൽ മാതാവ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട്? അതാണ് വിശ്വാസം. രണ്ടാമത് എനിക്ക് മാതാവിൽ നിന്ന് പഠിച്ച വിശ്വാസത്തിൻ്റെ ഒരു പാഠം ഇതാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞാൽ യെസ്, കർത്താവ് പറഞ്ഞു, ഇനി അത് നടക്കും. അത് എഴുതി വയ്ക്കുക. നടക്കും. അതാണ് വിശ്വാസം. ഈ രണ്ട് കാര്യമെങ്കിലും മാതാവിൻ്റെ ഒരു പ്രത്യേക സമ്മാനമായിട്ട് നിങ്ങൾ സ്വീകരിക്കൂ. ഈ രണ്ട് കാര്യം: ഒന്ന്, കുരിശിൻ ചുവട്ടിലേക്കൊന്ന അമ്മ; രണ്ട്, അതിനു മുമ്പ് തന്നെ ഇൻകാർണേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കർത്താവ് അരുളി ചെയ്തത് നടക്കും എന്ന് വിശ്വസിക്കണം. അപ്പോൾ അതാണ് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം. ഇവിടെ പറയുകയാണ്, കുരിശുമരണത്തിൻ്റെയും തൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അന്ധകാരത്തിൽ, അതൊരു തരത്തിൽ അന്ധകാരമാണ്, പങ്കുചേർന്നു തൻ്റെ വിശ്വാസ തീർത്ഥാടനത്തിൽ, വിശ്വാസത്തിൻ്റെ രാത്രിയിലേക്ക്. അപ്പോൾ വിശ്വാസത്തിൻ്റെ രാത്രി എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല. അന്ധകാരമൊന്നും
ഇരുട്ട് എന്നും രാത്രി എന്നും പറയാം. അതാണ് യോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മല മലകയറ്റത്തിലും ഇരുണ്ട രാത്രിയിലും എല്ലാമുള്ള പ്രധാന പ്രതിപാദ്യം ഇതാണ്. ഇരുണ്ട രാത്രി എന്ന് പറയുന്നത് ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അറിയുമ്പോൾ അത് ഒരു ഇരുണ്ട രാത്രിയാണ്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്നാൽ നമുക്ക് നല്ല അനുഭവമാണ്. ദൈവം അവിടെയുണ്ട്, ദൈവം അവിടെയുണ്ട്. നമ്മൾ ആന്തരികമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ദർശനവും ഉണ്ടാവില്ല, ഇരുണ്ട രാത്രി മാത്രം. അവിടെ ആരുണ്ട്? ദൈവമുണ്ട്. എന്തുകൊണ്ട് കാണുന്നില്ല? വിശ്വാസത്തിലൂടെയാണ് കാണുന്നത്. എന്താ വിശ്വാസം? കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. കണ്ടോ? ഒന്ന് പറഞ്ഞ എല്ലാവരും, കാണപ്പെടാത്തവ. എന്താ കാണപ്പെടാത്തവയ്ക്ക് മറ്റൊരു വാക്ക്? രാത്രി. കാണപ്പെടാത്തവ ഇരുട്ട്. അതാണ് കാണപ്പെടാത്തവ. എന്നാൽ ആ ഇരുണ്ട രാത്രി, ആ ഇരുണ്ട രാത്രിയിൽ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ടോ? ഉണ്ട്. കാരണം ദൈവം കാണുന്ന ആളല്ല. ദൈവത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ രാത്രിയിലേക്ക് നടന്ന് നീങ്ങുന്ന മറിയം. ഈ 52 എഴുതിയിരിക്കുന്നത് റിഡംതോറിസ് മാത്തർ, ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ റിഡംതോറിസ് മാത്തർ ലൂമൻ ജൻഷ്യത്തിലും അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ലൂമൻ ജൻഷ്യം 58-ാമത്തെ ഖണ്ഡികയിൽ. അപ്പോൾ ഇനി തുടർന്ന് നമ്മൾ കേൾക്കുകയാണ്, കൂടാതെ മറ്റു പലരും വിശ്വാസത്തിൻ്റെ ഉത്തമ സാക്ഷികളാണ്. സാക്ഷികളുടെ വലിയൊരു മേഘം നമ്മെ വലയം ചെയ്യുന്നതിനാൽ നമുക്ക് നമ്മെ ചുറ്റിയിരിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളയാം. ഇത് എബ്രായർ 11 അധ്യായം. എബ്രായർ 11-ാം അധ്യായത്തിൽ മുഴുവനും ഒരുപാട് പേരുടെ കാര്യം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞിരിക്കുകയാണ്. 12-ാം അധ്യായം ആരംഭിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്, സാക്ഷികളുടെ വലിയൊരു മേഘം നമ്മെ വലയം ചെയ്യുന്നതിനാൽ നമുക്ക് നമ്മെ ചുറ്റിയിരിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. എന്നിട്ട് അടുത്തെന്താ? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. എബ്രായർ 11 മുഴുവനിലും പറഞ്ഞിരിക്കുന്നത് ഈ അബ്രാഹത്തിനെ പോലെയും അങ്ങനെയുള്ള എല്ലാവരെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അവരെല്ലാവരും ഉണ്ടെങ്കിലും അവരെല്ലാവരും വാഗ്ദാനം വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. വാഗ്ദാനം ചെയ്യപ്പെട്ടത് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെയാണ് ലഭിക്കുന്നത്. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്കായി കുറെ കൂടി ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അബ്രാഹത്തേക്കാൾ ശ്രേഷ്ഠമായതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അബ്രാഹം മുതൽ ഈ ഹാനോക്ക്, ബാറൂക്ക്, സാംസൺ, ജഫാത്ത്, ദാവീദ്, സാമുവൽ, ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഇവർക്കെല്ലാം ലഭിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് നമുക്ക്. ഇവരെല്ലാവരും യേശുവിനെ കുറിച്ചുള്ള വാഗ്ദാനം പറഞ്ഞു, എന്നാൽ യേശുവിനെ അവർക്ക് കാണാൻ പറ്റിയില്ല. യേശുവിനെ കാണാൻ പറ്റിയത് ഈ നമുക്കാണ്. അത് അവരുടെ കുറ്റമല്ല. അത്രയും അവർക്ക് ഉണ്ടായി. അവർ വിശ്വസിക്കാതെ കണ്ടു, വിശ്വസിക്കാതെയല്ല, അവർ വിശ്വാസത്തിൽ കണ്ടു. എന്നാൽ നമുക്ക് ആ യേശുവിനെ വ്യക്തിപരമായ അനുഭവമാകുന്നു. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ആ യേശുവിനെ ഉള്ളിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. നമ്മൾ
അടുത്ത് നമ്മൾ കേൾക്കാനുള്ളത് 2719. അത് വളരെ വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇരുണ്ട രാത്രിയെക്കുറിച്ചാണ് പ്രധാനമായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത് പ്രധാനമായിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് ഇതാണ് നമ്മൾ ഈ വിശ്വാസത്തിലൂടെ നിത്യജീവൻ്റെ സമാരംഭം. നിത്യജീവൻ്റെ സമാരംഭം എന്ന ശീർഷകത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഈ നിത്യജീവൻ്റെ സമാരംഭത്തിൽ വിശ്വസിക്കണം. അത് വിശ്വസിക്കൂ. അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നതിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അബ്രാഹാം വിശ്വസിച്ചു, മാതാവ് വിശ്വസിച്ചു എന്ന പോലെ നമ്മളത് വിശ്വസിക്കുമ്പോൾ ഈ വരാനിരിക്കുന്ന ആ നിത്യജീവൻ അതിൻ്റെ പൂർണ്ണതയ്ക്ക് അല്പം മുൻപുള്ള അവസ്ഥ നമുക്കിവിടെ അനുഭവമാകും. ഇവിടെ അനുഭവമാണത്. അതാണ് മുൻകൂട്ടി സന്തോഷവും പ്രകാശവും മുൻകൂട്ടി അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം.